ഇന്ന് ദളിത് ആദിവാസി സൺഡേ ആയിട്ട് ദക്ഷിണേന്ത്യ സഭ കൂടി വരുന്നു. ഇന്നത്തെ നമ്മുടെ ചിന്താവിഷയം വികലമായ സമൂഹത്തിൽ ദൈവത്തിൻ്റെ പ്രതിച്ഛായ പുനഃസ്ഥാപിക്കൽ. വികലമായ സമൂഹത്തിൽ ദൈവത്തിൻ്റെ പ്രതിച്ഛായ പുനഃസ്ഥാപിക്കൽ. ലൂക്കോസ് എഴുതിയ സുവിശേഷം 4-ാം അധ്യായം 16 മുതൽ 21 വരെയുള്ള ഭാഗങ്ങളാണ് ഇന്നത്തെ സുവിശേഷ വേദഭാഗം. നമുക്കറിയാം, ഈ ഭാഗത്ത് യേശു ക്രിസ്തുവിൻ്റെ പ്രസ്താവന നസ്രത്ത് മാനിഫെസ്റ്റോ എന്ന് അറിയപ്പെടുന്നു. താൻ ചെയ്യാൻ പോകുന്നത് എന്ത്, അതിൻ്റെ ഒരു ചുരുക്ക രൂപം, ഒരു നയപ്രഖ്യാപനമാണ് നമ്മളിവിടെ കാണുന്നത്. 4-ാം അധ്യായം 18-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു, ദരിദ്രന്മാരോട് സുവിശേഷം അറിയിപ്പാൻ കർത്താവ് എന്നെ അഭിഷേകം ചെയ്യുകയാൽ അവൻ്റെ ആത്മാവ് എൻ്റെ മേൽ ഉണ്ട്. ബദ്ധന്മാർക്ക് വിടുതലും കുരുടന്മാർക്ക് കാഴ്ചയും പ്രസംഗിപ്പാനും പീഡിതന്മാരെ വിടുവിച്ചയപ്പാനും കർത്താവിൻ്റെ പ്രസാദവർഷം പ്രസംഗിപ്പാനും എന്നെ അയച്ചിരിക്കുന്നു. മിഷണറിമാർ ഇന്ത്യയിൽ വന്നു, അല്ലെങ്കിൽ പ്രത്യേകിച്ച് കേരളത്തിലെ എന്ന് പറയുമ്പോൾ തന്നെ തെക്കൻ തിരുവിതാംകൂർ, മധ്യ തിരുവിതാംകൂർ എന്നീ സ്ഥലങ്ങളിലൊക്കെ വന്നവരുടെ പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചത് താഴേക്കിടയിലുള്ള ആളുകളെ ഉന്നമനത്തിനായി അവരെ കൊണ്ടുവരിക, അവരെ ഉദ്ധരിക്കുക എന്നുള്ളതായിരുന്നു. ക്രിസ്ത്യൻ മിഷണറിമാർ കേരളത്തിൽ വന്ന് പ്രവർത്തിക്കുമ്പോൾ, പ്രത്യേകിച്ചും മധ്യ തിരുവിതാംകൂർ, തെക്കൻ തിരുവിതാംകൂർ എന്നിവിടങ്ങളിലൊക്കെ, മലബാറിലും വ്യത്യസ്തമല്ല എങ്കിലും കൂടുതലായിട്ട് തെക്കൻ മേഖലകളിലൊക്കെ അവരുടെ പ്രവർത്തനം അടിമവർഗത്തിൽ കിടന്നിരുന്ന ഒരു വിഭാഗത്തെ ഉദ്ധരിക്കുക എന്നുള്ളതായിരുന്നു. മൃഗങ്ങളെക്കാൾ നികൃഷ്ടരായി കഴിഞ്ഞിരുന്ന ദളിത് അടിമകൾ ഉണ്ടായിരുന്ന കാലഘട്ടത്തിൽ അവരെ ഉദ്ധരിക്കുവാൻ വേണ്ടിയിട്ട് ഒരുപാട് അധ്വാനിച്ച മിഷണറിമാർ സ്വന്തം ചിലവിൽ അവരുടെ പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചതായിട്ട് നമ്മൾ വായിക്കുന്നുണ്ട്. 1806 LMS തെക്കൻ തിരുവിതാംകൂറിൽ മൈലാടി എന്ന സ്ഥലത്ത് ആദ്യത്തെ സ്കൂൾ സ്ഥാപിക്കുന്നത്. 1816 CMS ആലപ്പുഴയിൽ ആദ്യ സ്കൂൾ സ്ഥാപിക്കുന്നു. 1817 ആദ്യത്തെ പെൺപള്ളിക്കൂടം മിസ്സസ് ബെയ്ലി സ്ഥാപിക്കുന്നു. അവർ മനസ്സിലാക്കിയിരുന്നത്, അവർ കണ്ടറിഞ്ഞത്, വിദ്യാഭ്യാസമാണ് ഈ ജനത്തെ ഉദ്ധരിക്കുവാനുള്ള മാർഗമെന്നവർ തിരിച്ചറിഞ്ഞു. തീർച്ചയായിട്ടും അതിനു വേണ്ടിയിട്ട് അവർ സ്കൂളുകളും കോളേജുകളും ഒക്കെ ആരംഭിച്ചു. ഇൻഡസ്ട്രിയൽ സ്കൂൾ നമുക്കറിയാം കോട്ടയത്തുണ്ട്, CMS കോളേജ്, ആദ്യത്തെ അച്ചടിശാല അവിടെ ആരംഭിച്ചു. ഇവരാരംഭിച്ച സ്കൂളുകൾ എല്ലാം പല പേരുകളിൽ അറിയപ്പെട്ടിരുന്നതായി ചരിത്രം പറയുന്നു. അതൊക്കെയും ആ ജാതിയുടെ പേരിൽ അറിയപ്പെട്ടിരുന്നു. പള്ളിയോട് ചേർന്നുള്ള സ്കൂളുകളായതിനാൽ പള്ളിക്കൂടം എന്നും വിളിച്ചു പോന്നു. ഇതിനൊക്കെയും പിന്നിൽ ദളിത് വിമോചനമായിരുന്നു മിഷണറിമാർ ലക്ഷ്യമിട്ടത്. എന്നാൽ പിന്നീട് വരുമ്പോൾ നമ്മൾ കാണുന്നത് അവരുടെ പ്രവർത്തനത്തിൻ്റെ അടിസ്ഥാനവും അവരുടെ ലക്ഷ്യവും ആദ്യകാലങ്ങളിൽ അങ്ങനെ ആയിരുന്നുവെങ്കിൽ ഇന്നത് സമൂഹത്തിൽ വലിയ ഒരു ഗുണം ചെയ്യുന്ന, അല്ലെങ്കിൽ ഏറ്റവും സമൂഹത്തിന് നന്മ ചെയ്യുന്ന സ്ഥാപനങ്ങളായി ഇത് മാറി എന്നുള്ളതാണ്. അവരുടെ പ്രവർത്തനങ്ങൾ പിന്നീടുള്ള കാലഘട്ടത്തിൽ ജാതീയമായിട്ടല്ല, അല്ലെങ്കിൽ മറ്റേതെങ്കിലും പ്രത്യേക ചിന്തകളുടെ അടിസ്ഥാനത്തിലല്ല, ഏതൊരു വ്യക്തിക്കും പോയി അവിടെ പഠിക്കുവാനും അവർക്ക് അക്ഷരാഭ്യാസം നേടുവാനും വിദ്യാഭ്യാസം നേടുവാനും ഒക്കെയും കഴിയുന്ന രീതിയിൽ സ്കൂളുകളും കോളേജുകളും മാറി എന്നുള്ളതാണ്. ആദ്യത്തെ പെൺപള്ളിക്കൂടം ഇന്ന് ഗേൾസ് ഹൈസ്കൂളായിട്ട് അവിടെ പ്രവർത്തിക്കും. അങ്ങനെ മധ്യ തിരുവിതാംകൂർ CMS മിഷണറിമാരുടെ ഒരു പ്രവർത്തന മേഖലയായിരുന്നു. LMS മിഷണറിമാർ തെക്കൻ തിരുവിതാംകൂറിലെ അവരുടെ പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചതിനെക്കുറിച്ച് ഒരുപാട് നമുക്ക് പറയുവാനായിട്ടുണ്ട്. കേരളത്തിൽ മലബാർ മേഖലകളിൽ, വടക്കൻ മലബാർ മേഖലകളിലൊക്കെ ബാസൽ മിഷണറിമാരുടെ പ്രവർത്തനങ്ങളും നമ്മൾ നോക്കുമ്പോൾ താഴേക്കിടയിലുണ്ടായിരുന്ന ആളുകൾ, പ്രത്യേകിച്ച് മുക്കുവ വിഭാഗത്തിൽപ്പെട്ട ആളുകളുടെ ഇടയിലായിരുന്നു. മിഷണറിമാർ വന്നതും അവർ പ്രവർത്തിച്ചതും
അധസ്ഥിതരായിട്ടുള്ള അല്ലെങ്കിൽ താഴേക്കിടയിൽ കിടക്കുന്ന ആളുകളെ ഉദ്ധരിക്കുന്നതിന്, അവരെ സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടിയായിട്ട് ഉള്ളതായിരുന്നു. നമുക്കറിയാം 2013 ഫെബ്രുവരി മാസം നടന്ന മുത്തങ്ങയിൽ നടന്ന സംഭവം, ഫെബ്രുവരി 19, ആ ഒരു വലിയ പ്രത്യാഘാതങ്ങൾ സമൂഹത്തിലുണ്ടാക്കിയ ആ ഒരു പോലീസ് നടപടിയിൽ 2 പേർ മരിക്കുകയൊക്കെ ഉണ്ടായി. നമുക്കറിയാം അവരിന്നും അനുഭവിക്കുന്ന ഒരു അനീതിയുണ്ട്. അവർക്ക് ലഭിക്കാത്ത നീതി ഇന്ന് നിലനിൽക്കുന്നു. അവർ പീഡനമേറ്റു. അതുപോലെ ഒരു പോലീസുകാരനും മറ്റൊരു ആദിവാസിയും കൊല്ലപ്പെട്ടു. അതിന് ഒരുപാട് ചർച്ചകൾ നടന്നു. ഗവൺമെൻറ് അവർക്ക് പല വാഗ്ദാനങ്ങളും നൽകി. പക്ഷെ ഒന്നും നടപ്പിലാകാത്ത അവസ്ഥയുണ്ടായി. നമ്മുടെ ഭാരതത്തിൽ തന്നെ പല സ്ഥലങ്ങളിലും, പ്രത്യേകിച്ച് വടക്കൻ മേഖലകളിലൊക്കെ ദളിത് ആദിവാസി സമൂഹങ്ങൾ അനുഭവിക്കുന്ന പീഡനങ്ങൾ വളരെയാണ്. അവർ കൊല ചെയ്യപ്പെടുന്നു, ആരും അറിയുന്നില്ല. അവർ പീഡിപ്പിക്കപ്പെടുന്നു, ആരും അറിയുന്നില്ല. അത് വാർത്തയാകുന്നില്ല. ഈ ഒരു സാഹചര്യത്തിൽ ക്രിസ്തുവിൻ്റെ മാനിഫെസ്റ്റോ ഏറ്റവും പ്രസക്തമാണ്. ഇന്ന് മിഷണറിമാർ അവരുടെ ഇടയിൽ പ്രവർത്തിക്കുന്നു. നമ്മുടെ ഇടയിൽ നിന്ന് മിഷണറിമാർ പോയി പ്രവർത്തിക്കുന്നു. ക്രിസ്തുവിൻ്റെ സന്ദേശം സുവിശേഷത്തിലൂടെ അവരെയൊക്കെ ഉദ്ധരിക്കുക. മതം മാറ്റണമെന്നുള്ളൊരു ഉദ്ദേശ്യമായിരുന്നില്ല മിഷണറിമാർക്കുണ്ടായിരുന്നത്. ഇവരെയൊക്കെ ഉദ്ധരിക്കുവാൻ വേണ്ടിയിട്ട് വിദ്യാഭ്യാസം കൊടുക്കുക, അവർക്കൊക്കെ നേരെ നിൽക്കുവാനുള്ള ഊർജം, ശക്തി, ബലം വിദ്യാഭ്യാസത്തിലൂടെ അവർക്ക് നൽകുക, അവരെ പ്രബുദ്ധരാക്കി തീർക്കുക എന്നവർ ചിന്തിച്ച് പ്രവർത്തിക്കുകയാണ് ഉണ്ടായിരുന്നത്. മാനസികമായും അടിമകളായി പോയവർ എക്കാലത്തും അടിമ മനോഭാവത്തിൽ നിലനിൽക്കാൻ സാധ്യതയുണ്ട് എന്നുള്ള ബോധ്യത്തിൽ അവർ മാനസികമായിട്ട് അവരെ ശക്തീകരിക്കുന്നതിന് വിദ്യാഭ്യാസത്തെ ഉപയോഗിച്ചു എന്നുള്ളതാണ് നമ്മൾ കാണുന്നത്. ഇന്ന് നമുക്കറിയാം, നമ്മുടെ രാജ്യത്തെ രാഷ്ട്രപതി സ്ഥാനങ്ങളിൽ വരെ എത്തിച്ചേർന്നവർ, അബ്ദുൽ കലാം ആയിക്കൊള്ളട്ടെ, അല്ലെങ്കിൽ മറ്റ് കെ.ആർ. നാരായണൻ ആയിക്കൊള്ളട്ടെ, തുടങ്ങിയവരെയൊക്കെ നമ്മൾ നോക്കുമ്പോൾ അവരൊക്കെയും പഠിച്ച സ്കൂളുകൾ ഈ മിഷണറിമാർ തുടങ്ങിയ സ്കൂളുകളിൽ ആണ്. 1800കളിൽ ഇവിടെ നിലനിന്നിരുന്ന ദുഷിച്ച വ്യവസ്ഥിതിക്കെതിരെ പ്രവർത്തിക്കുവാൻ നമ്മുടെ നാട്ടിലേക്ക് കടന്നു വന്ന മിഷണറിമാരുടെ പ്രവർത്തനങ്ങളെ, അവരുടെ ത്യാഗത്തെ, അവരുടെ സമർപ്പണത്തെ വിസ്മരിച്ചുകൊണ്ട് നമുക്കൊരിക്കലും കർത്താവിൻ്റെ സുവിശേഷം പ്രസംഗിക്കുവാൻ സാധ്യമല്ല. കാരണം കർത്താവിൻ്റെ മാനിഫെസ്റ്റോ എന്ന് പറയുന്നത് തന്നെ ബദ്ധന്മാർക്ക് വിടുതലും കുരുടന്മാർക്ക് കാഴ്ചയും പ്രസംഗിപ്പാൻ, പീഡിതന്മാരെ വിടുവിച്ചയപ്പാനും, കർത്താവിൻ്റെ പ്രസാദവർഷം പ്രസംഗിപ്പാനും തന്നെ എന്നെ അയച്ചിരിക്കുന്നു എന്ന് കർത്താവ് എന്നെ പ്രസ്താവിക്കുകയാണ്. സങ്കീർത്തന വേദഭാഗത്ത് നമ്മൾ കാണും, എളിയവനെ കുപ്പയിൽ നിന്ന് എഴുന്നേൽപ്പിക്കുകയും ദരിദ്രനെ കുപ്പയിൽ നിന്ന് ഉയർത്തുകയും എളിയവനെ പൊടിയിൽ നിന്ന് എഴുന്നേൽപ്പിക്കുകയും എന്ന് നമ്മൾ കാണുകയാണ്. അതായത് കർത്താവ് ഏറ്റവും അധസ്ഥിതനായിട്ടുള്ളവനെ, പാർശ്വവൽക്കരിക്കപ്പെട്ടവനെ, വഴിയോരത്തിൽ കിടക്കുന്നവനെ, ഭക്ഷിക്കുവാൻ ഭക്ഷണമില്ലാത്തവനെ, അവനെ ഉയർത്തിക്കൊണ്ടുവരുന്ന, മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുന്ന ഒരു പ്രവർത്തനമായിട്ട് സുവിശേഷത്തെ കർത്താവ് നമുക്ക് കാണിച്ചു തരികയാണ്. അതുപോലെ തന്നെ ഇന്നത്തെ ലേഖന വേദഭാഗത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ ഗലാത്യർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം 26-ാം വാക്യം, ക്രിസ്തുവേശുള്ള വിശ്വാസത്താൽ നിങ്ങൾ എല്ലാവരും ദൈവത്തിൻ്റെ മക്കളാകുന്നു. അതിൻ്റെ 28-ാം വാക്യം, അതിൽ യഹൂദനും യവനനും എന്നില്ല, ദാസനും സ്വതന്ത്രനും എന്നില്ല, ആണും പെണ്ണും എന്നുമില്ല, നിങ്ങളെല്ലാവരും ക്രിസ്തുവിൽ ഒന്നത്രേ. ക്രിസ്തുവിൽ എല്ലാവരും ഒന്നാണ്. അതിൽ ആണെന്നോ പെണ്ണെന്നോ ദാസനെന്നോ സ്വതന്ത്രനെന്നോ യഹൂദനെന്നോ യവനനെന്നോ ഒന്നുമില്ല. ക്രിസ്തയേശുവിൽ നിങ്ങളെല്ലാം ദൈവത്തിൻ്റെ മക്കളാകുന്നു. ഈ ഒരു കാഴ്ചപ്പാട് നിലനിർത്തിക്കൊണ്ട് പോകണം. നിർഭാഗ്യവശാൽ ഇന്ന് സഭകളിൽ പോലും ഈ ഒരു കാഴ്ചപ്പാട് അന്യം നിന്ന് പോയതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. ചിലയിടങ്ങളിലൊക്കെ പ്രത്യേകമായിട്ടുള്ള സീറ്റുകൾ ചില പ്രത്യേക കാറ്റഗറിയിൽപ്പെട്ടവർക്ക് വേണ്ടിയിട്ട് മാറ്റിവെച്ചിരിക്കുന്നതായിട്ട് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അവർക്ക് ചില പ്രത്യേക കാറ്റഗറിയിലുള്ളവർക്ക് അവർക്ക് വേണ്ടിയിട്ടുള്ള സഭകളെ നമുക്ക് കാണുവാൻ സാധിക്കും. സഭകളിൽ തന്നെ ഈ അടിമത്തത്തിൻ്റെ ദൂഷിത വശങ്ങൾ,
അതിൻ്റെ ഫലങ്ങൾ നിലനിൽക്കുന്നതായിട്ട് പല സഭകളിലും നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അപ്പോൾ ക്രിസ്ത്യൻ ചർച്ചസിൽ തന്നെ, ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയിൽ തന്നെ, സമൂഹത്തിൽ തന്നെ ആദ്യം ഒരു വിശുദ്ധീകരണം ആവശ്യമാണ് എന്ന് ആഴത്തിൽ പഠിച്ചാൽ നമുക്ക് മനസ്സിലാകും. എവിടെയാണ് ഈ ക്രിസ്തുവിൻ്റെ മാനിഫെസ്റ്റോ നാം യഥാർത്ഥത്തിൽ നടപ്പിൽ വരുത്തുന്നത്? അത് നടപ്പിൽ വരുത്തുവാൻ ഉത്തരവാദിത്തപ്പെട്ടവരാണ് ശിഷ്യന്മാരായിട്ടുള്ള നമ്മൾ ഓരോരുത്തരും, ദൈവത്തിൻ്റെ മക്കളായിട്ടുള്ള നമ്മൾ ഓരോരുത്തരും. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ദളിത്, ആദിവാസി മാത്രമല്ല, പീഡിതരായിട്ടുള്ള, പീഡനമനുഭവിക്കുന്ന, പാർശ്വവൽക്കരിക്കപ്പെട്ട എല്ലാവർക്കും കർത്താവ് സുവിശേഷത്തിലൂടെ മോചനം നൽകട്ടെ. നമ്മളെല്ലാം ക്രിസ്തുവിൽ ഒന്നാണ് എന്നുള്ള ബോധ്യത്തിൽ മുന്നേറുവാനുള്ള ഒരു മനസ്ഥിതി കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, ആഗ്രഹിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ ഒന്നായി തീരുവാൻ പഠിപ്പിച്ചു. ഞങ്ങളെ ദൈവത്തിൻ്റെ മക്കളെന്ന് ഓർമ്മിപ്പിച്ചു. ഓരോ ദിവസവും വ്യത്യാസമില്ലാത്ത ചിന്താഗതിയോടുകൂടി ഐക്യതയിൽ മുന്നേറുവാൻ ഞങ്ങളെ പഠിപ്പിച്ച കർത്താവേ, ഈ നല്ല സമയത്തിനായി സ്തോത്രം. നൽകി തന്ന വചനമനുസരിച്ച് ഞങ്ങൾ ക്രിസ്തുവിൽ ദൈവത്തിൻ്റെ മക്കളാണ്. അതിൽ വേർതിരിവുകളില്ല, മതിൽക്കെട്ടുകളില്ല എന്നുള്ള ബോധ്യത്തിൽ മുന്നേറുവാനും അത് ലോകത്തിന് പറഞ്ഞു കൊടുക്കുവാനും സമൂഹത്തിൽ ഇനിയും ഇറങ്ങി പ്രവർത്തിക്കുവാനും സഹായിക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. ദൈവയുടെ പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ.